മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം 2025. വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു. വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലിയളക്കുന്നു. മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവം പടരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഊഴമായി. ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം. ജനപക്ഷം 2025. നഗരസഭയിലെ 1 മുതൽ 43 വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം 2025. ആകെയുള്ള 43 വാർഡുകളിൽ 19 വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതി ജനറൽ വിഭാഗത്തിന് 2 വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി 3 വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട്. 454 പുരുഷ വോട്ടർമാരും 595 സ്ത്രീ വോട്ടർമാരും അടക്കം 1049 വോട്ടർമാരുള്ള 18ാം വാർഡായ ചന്തക്കുന്ന് വാർഡ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വടക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്നും സെന്റ് മേരീസ് റോഡ് വഴി സെമിത്തേരി മൂല തിരിഞ്ഞ് ക്രോസ് ബസാർ റോഡ് ഇരട്ടക്കപ്പേള റോഡ് വരെയും, കിഴക്ക് ഇരട്ടക്കപ്പേള റോഡ് വഴി തെക്കേ അങ്ങാടി റോഡ് യൂണിറ്റി റോഡ് വഴി അറവുശാല റോഡ് വരെയും, തെക്ക് വേളൂക്കര പഞ്ചായത്ത് അതിർത്തിയിൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിലെ കോമ്പാറ ജംഗ്ഷൻ വരെയും, പടിഞ്ഞാറ് കോമ്പാറ ജംഗ്ഷൻ മുതൽ തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ സെന്റ് മേരീസ് റോഡ് വരെയുമാണ് അതിർത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജോസഫ് ചാക്കോ, ജോസ് പി വി, UDA സ്ഥാനാർത്ഥിയായി ലാസർ കോച്ചേരി, NDA സ്ഥാനാർത്ഥിയായി സിക്സൺ മാളക്കാരൻ, LDF സ്ഥാനാർത്ഥിയായി റോബി കാളിയങ്കര എന്നിവരാണ് ജനവിധി തേടുന്നത്. പ്രധാനപ്പെട്ട വിഷയം ഇപ്പോഴുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അനീതിയായ ഭരണവും ജനദ്രോഹവുമായിട്ടുള്ള പെരുമാറ്റവും, നമ്മൾ ടാക്സുകൾ കൂട്ടിയത്, അതിനെപ്പറ്റിയുള്ള ഇതുകൾ, റോഡുകളിലെ ഗതാഗതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജനങ്ങളെ എല്ലാ നിലയിലും പെൻഷനും അത് എല്ലാ ഇതുകളും പിടിച്ചു വച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗവൺമെൻറ് ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 5 കൊല്ലമായിട്ട് വളരെ നന്നായിട്ട് ഭരിച്ചതായിട്ടാണ് എൻ്റെ അറിവിൽ. ജനങ്ങൾ പറയുന്ന മനസ്സിലും നന്നായി ഭരിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ ഒരു പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. അതിൽ നിന്ന് ജലം കിട്ടുന്നതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഇനി സംഭവിക്കില്ല എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാർഡിൽ വലിയ പ്രാദേശിക പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കൗൺസിലർ വളരെ നന്നായിട്ട് തന്നെ വാർഡിൽ അധ്വാനിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വാർഡിൽ വേറെ പ്രാദേശിക പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ അറിവ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുടിവെള്ളം സ്ഥിരമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. രണ്ടാമത്തത് വയോജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്ലബ്ബ് വേണം. ആ ക്ലബ്ബ് വളരെ നന്നായി പോകണം. അതുപോലെ ബാലവാടിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല ആധുനിക രീതിയിലുള്ള ഒരു ഇത് നടത്തണം. പിന്നെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റുമുള്ള ക്ലാസ്സുകളും അതൊക്കെ അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. പ്രധാന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ്, അതുപോലെ തന്നെ തോടുകൾ, അതുപോലെ തന്നെ കാടുകൾ, ഇതൊക്കെ വളരെ മോശമായ സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വെട്ടിത്തെളിക്കാനും അതുപോലെ തന്നെ അത് നേരെയാക്കാനുള്ള എല്ലാ പ്രവൃത്തികളും ഇത് പ്രാവശ്യം ഞങ്ങൾ ചെയ്യുമെന്ന് പറയും. 5 വർഷത്തെ നഗരസഭ ഭരണം ഞാനല്ല വിലയിരുത്തേണ്ടത്, ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഈ നഗരസഭ പ്രവർത്തനം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവരത് വിലയിരുത്തട്ടെ. ഞാൻ വിലയിരുത്തിയാൽ ശരിയാവില്ലല്ലോ. ഒന്ന് റോഡിനാണ്. റോഡ് എല്ലായിടത്തും കുഴിയായിട്ട് കിടക്കണം. അതുപോലെ തന്നെ തോടുകൾ മാലിന്യം നിറഞ്ഞു കിടക്കണം. പിന്നെ കുളങ്ങൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇതൊന്നും ശരിയായ രീതിയിലല്ല ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് മുനിസിപ്പാലിറ്റി കയ്യിൽ നമുക്ക് കിട്ടണം മെയിനായിട്ട്. അത് മാത്രമല്ല 25 വർഷമായിട്ട് കോൺഗ്രസ്സുകാരാണ് ഈ ഇതൊക്കെ ഇത്ര നാൾ ഭരിച്ചതും. നമ്മുടെ റോഡിൻ്റെ അവസ്ഥകളും ബാങ്കുകളുടെ അവസ്ഥകളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചാൻസ് മുനിസിപ്പാലിറ്റി ഭരിക്കാൻ കിട്ടി കഴിഞ്ഞാൽ ഈ റോഡ് എങ്ങനെയാണ്, ഈ സ്ട്രീറ്റ് ലൈറ്റ് എങ്ങനെയാണ്, ഈ തോട് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയാക്കി ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഭരണം കിട്ടണം.
ഈ ജനങ്ങൾ ചിന്തിച്ചാലല്ലേ നമ്മൾക്ക് ഒരു ഭരണം കിട്ടുള്ളൂ. ഇത് എല്ലാവരും ഈ കോൺഗ്രസ് LDF എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തന്നെ മാറി വരെ ഭരിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു ഭരണം കിട്ടിയാൽ ഒരു 5 വർഷം നമുക്ക് കിട്ടിയാൽ മതി. എന്താ നമ്മുടെ നാടെന്നുള്ള അവരുടെ വികസനം എന്താണെന്നുള്ളത് നമുക്ക് കാഴ്ചവെക്കാം. എന്തോരം പൈസ ലാപ്സാക്കി കളഞ്ഞു വരും മുനിസിപ്പാലിറ്റി തന്നെ. ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ബൈപ്പാസ് റോഡ്, നമ്മുടെ ഈ മാർക്കറ്റ് പോണ റോഡ്, പിന്നെ ഈ ചന്തക്കുന്ന്, എല്ലാ വഴിയും ഓരോ കിലോമീറ്ററിലും കുഴിയില്ലാത്ത റോഡില്ല. എത്ര പേർ മരണം നടന്നു, മാർക്കറ്റ് റോഡിലും മരണം നടന്നു, ബൈപ്പാസ് റോഡിലും ഒരു ഇത് നടന്നു. ഇത് ആരോ ജനങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ചെയ്തു തരുന്നില്ല. അതിൽ കേട്ടാൽ അവർക്കൊരു അവസരം കൂടി കൊടുക്കാനാണ് പറയണം. എന്ത് ചെയ്യാൻ 25 കൊല്ലം അവസരം കൊടുത്തിട്ട് വല്ലതും ചെയ്യാൻ പറ്റില്ല അവർക്ക്. എന്നിട്ട് ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ എന്ത് ചെയ്യാൻ അവർ എന്നിട്ട് അവിടെ കുറേ പദ്ധതികൾ കൊണ്ട് വന്നിരിക്കുക. വാർഡിൽ എന്നെ തിരഞ്ഞെടുക്കുക ആ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയണം. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അത് നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കി നമുക്ക് കൊടുക്കും. എന്നുവെച്ചാൽ നമ്മുടെ സാറ് പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ മുനിസിപ്പാലിറ്റി ദത്തെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതും ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 18 വാർഡിലെ ജനങ്ങൾ അവർക്ക് തോന്നണം ആരെ വ്യക്തിത്വം നോക്കണം, രാഷ്ട്രീയം നോക്കണം, വ്യക്തികളെ നോക്കണം, ആരെ നല്ലത് ചെയ്തു തരാം. എങ്ങനെ ഇത്ര ആൾ ചെയ്തോടത്തോളം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നുള്ള ഇലക്ഷനിൽ അവരാലോചിക്കട്ടെ. നമ്മൾ പറയേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ ബാക്കി ജനങ്ങളുടെ കയ്യിലാണ്. പ്രധാനമായിട്ടും വാർഡിലെ സമഗ്രമായ വികസനമാണ്. മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ വൃത്തിയുള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വാർഡുകളിൽ ചില ഭാഗങ്ങളിൽ കാനകളുടെ അഭാവമുണ്ട്, അതെല്ലാം നമ്മൾ പൂർണ്ണമായും പൂർത്തീകരിക്കും. കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു, അതിന് ഏകദേശം ഉള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിൽ തന്നെ വലിയൊരു വെള്ളത്തിൻ്റെ പ്ലാന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുക എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. നഗരസഭ ഭരണം നല്ല രീതിയിലുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് വലിയ ഹെവി വെഹിക്കിളുകൾ പോയതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചെറിയ വഴികളെല്ലാം പൂർണ്ണമായി തകർന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഊരകം വഴി വരുന്ന വഴികളെല്ലാം ഈ റോഡുകൾക്ക് ഇങ്ങനെ എല്ലാം കേടുപാടുകൾ ഉണ്ടായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പൂർണ്ണമായി പരിഹരിച്ചു കൊണ്ടുവരികയാണ്. എന്തായാലും ഇനി വരുന്ന പുതിയ ഭരണസമിതി അത് റോഡുകളിലെല്ലാം വ്യക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറച്ചു വിശ്വസിക്കും. അത് വാർഡിലെ ജനങ്ങളുടെ വികാരമാണ്, കോൺഗ്രസ് പാർട്ടിയുടെ വികാരമാണ്, പ്രവർത്തകരുടെ വികാരമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് ഭരിക്കുള്ളൂ, അതിൽ യാതൊരു തർക്കമില്ല. പ്രധാനമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ ഒരു കാനയുടെ പ്രശ്നമാണ്, സൗത്ത് ബസാറിലുള്ള കാന. അത് അതിന് പ്രധാനമായിട്ടും മുഖ്യം കൊടുക്കും. അതിന് പിന്നെ മാർക്കറ്റിൻ്റെ നവീകരണം. 444 പുരുഷ വോട്ടർമാരും 556 സ്ത്രീ വോട്ടർമാരും അടക്കം 1000 വോട്ടർമാരുള്ള 14ാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റ് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് മുതൽ തുറവൻകാട് റോഡ് വഴി വേലത്തിക്കുളം വഴി മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും, കിഴക്ക് വേലത്തിക്കുളം മുതൽ മുരിയാട് പഞ്ചായത്ത് അതിർത്തി വഴി കോട്ട 3 പീടിക റോഡ് വരെയും, തെക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ കോട്ട 3 പീടിക റോഡ് വഴി സ്വീറ്റ് ബസാർ റോഡ് വരെയും, പടിഞ്ഞാറ് കോട്ട 3 പീടിക റോഡ് മുതൽ സ്വീറ്റ് ബസാർ വഴി ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് എത്തുന്നതുവരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അജിത സുബ്രഹ്മണ്യൻ, UDF സ്ഥാനാർത്ഥിയായി ജോസ്മി ഷാജി, NDA സ്ഥാനാർത്ഥിയായി ഷോജ ബിലു എന്നിവരാണ് ജനവിധി തേടുന്നത്. വികസന തുടർച്ച തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ അതായത് മുൻ കൗൺസിലറാണ്, അപ്പോൾ ആളുടെ തുടർച്ച തന്നെയായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പിന്നെ പോരായ്മകൾ നമ്മൾ നിർവഹിക്കും. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ വാർഡിന് വേണ്ടി സേവനം ചെയ്യും. പിന്നെ എന്താണ് മൊത്തം UDF നേതാക്കൾ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു വലിയ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയി അതുപോലെ തന്നെ അത് നല്ലൊരു വികസനം പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞ മാതിരി നല്ലൊരു വികസനത്തിലേക്ക് നമ്മൾ കുതിക്കും. അത് വാർഡിന് തന്നെയായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. വാർഡിൽ ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞു, അത് നമ്മൾ നിവർത്തി കൊടുക്കും. പിന്നെ ഉയർച്ചറ അതൊന്ന് നവീകരിക്കാൻ ഒന്നും കൂടിയും ഒന്ന് ഉഷാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ മാതിരി ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റിൻ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ തുടർന്ന് അത് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഇനിയിപ്പോൾ വാർഡിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൂടുതലും കുടിവെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നേരവണ്ണം കത്താതെയും അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യവും അതുപോലെ റോഡുകളുടെ സ്ഥിതി വളരെ മോശമാണ്. അതായത് നമ്മുടെ ഈ നഗരസഭ ഭരിച്ചിട്ട് ഒരു റോഡിൻ്റെ കാര്യത്തിൽ അതൊരു നേരാവണ്ണം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമാണെങ്കിലും വളരെയധികം ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതും അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. നഗരസഭ ഭരണത്തെ വിലയിരുത്താൻ വളരെ മോശം അവസ്ഥയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ അത് പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നുവെച്ചാൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ വികസനം മുരടിപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏത് കാര്യത്തിലെടുത്ത് നോക്കിയാലും കഴിയാൻ കഴിയും. നമുക്ക് ഈ റോഡിൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര ഗട്ടർ നടക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ, ആക്സിഡൻറ്റുകളും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പ്രതിവിധിയാവുന്ന നല്ലൊരു ജനപ്രതിനിധി തന്നെ വാർഡുകളിൽ തിരഞ്ഞെടുത്ത് LDFൻ്റെ ഒരു ഭരണം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത്രയധികം ജനങ്ങളൊരു മാറ്റം ആവശ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ, തെരുവ് നായ്ക്കളുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താനും അതൊക്കെ ഞാൻ വളരെയധികം എനിക്കത് ആഗ്രഹമുണ്ട്. ഞാൻ ജയിച്ചു വന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഈ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ പുതിയ വികസനങ്ങൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ വികസന പദ്ധതികൾ, നിലവിലുള്ള വികസന പദ്ധതികൾ തന്നെ ഓരോ വ്യക്തിയിലെത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൂടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എത്തിക്കാനായിട്ട് കൗൺസിലർമാർക്ക് സാധിക്കും. അവരത് ഓരോന്നും ഓരോ വീടിനാവശ്യമായ പദ്ധതികൾ വീടുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്ക് അത് സഹായമായി മാറും. അപ്പം അങ്ങനെ വർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. നമ്മുടെ ഓരോ പദ്ധതികളെയും ഓരോ വീട്ടിൽ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു കൗൺസിലറായിരിക്കാനാണ് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഇരിഞ്ഞാലക്കുടയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ വികസനങ്ങൾ നടത്താമായിരുന്നു, സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ പത്രികയിൽ പറയുന്നതനുസരിച്ച് അവർക്കത് മുന്നേ ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മുന്നേ നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ റോഡുകൾ, കുളങ്ങൾ, അതുപോലെ നശിച്ചു പോയ പല സംഭവങ്ങളുണ്ട്. അത് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാം അങ്ങ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇതിനെല്ലാം തുടക്കിടാനായിട്ട് എനിക്ക് സാധിക്കുന്നു ഉറപ്പുണ്ട്. 493 പുരുഷ വോട്ടർമാരും 624 സ്ത്രീ വോട്ടർമാരും അടക്കം 1117 വോട്ടർമാരുള്ള 31ാം വാർഡായ ക്രൈസ്റ്റ് കോളേജ് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് വാട്ടർ ടാങ്ക് റോഡിൽ പടിഞ്ഞാറേ മൂലയിൽ ശാന്തിനികേതൻ അംഗൻവാടിക്ക് പോകുന്ന റോഡ് മുതൽ ഫാദർ ഡിസ്മാസ് റോഡ് വരെയും, കിഴക്ക് ഫാദർ ഡിസ്മാസ് റോഡിൽ പള്ളിക്കാട് മൂല മുതൽ കാട്ടൂർ ബൈപ്പാസ് റോഡ് വരെയും, തെക്ക് കാട്ടൂർ ബൈപ്പാസ് റോഡിൽ നിന്നും കാട്ടൂർ ബൈപ്പാസ് റോഡിലെ MLA റോഡ് വരെയും, പടിഞ്ഞാറ് കാട്ടൂർ ബൈപ്പാസ് റോഡിൽ നിന്നും MLA റോഡ് അംബേദ്കർ റോഡിനോട് ചേർന്ന് പോകുന്ന തോട്, അംബേദ്കർ റോഡ് ക്രൈസ്റ്റ് കോളേജ് റോഡ്, AKP ജംഗ്ഷൻ, ചെമ്മണ്ട റോഡിൽ ശാന്തിനികേതൻ അംഗൻവാടിക്ക് പോകുന്ന ബൈലൈൻ റോഡ് വഴി വാട്ടർ ടാങ്ക് റോഡ് പടിഞ്ഞാറേ മൂല വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി ജ്യോതി മധുസൂദനൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രീതി ഷാജു കണ്ടംകുളത്തി, LDF സ്ഥാനാർത്ഥിയായി മെഡാലിൻ റിജോ, UDF സ്ഥാനാർത്ഥിയായി റോണി പോൾ മാവേലി എന്നിവരാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ട് ഈ വാർഡിലെ എല്ലാ വീടുകളായിട്ടും നമുക്കൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വീട്ടുകാരായിട്ട് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഒരുപാട് വയോജനങ്ങൾ വീടുകളിൽ ഒറ്റയ്ക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് നമ്മളായിട്ടൊരു
കോണ്ടാക്റ്റ് കിട്ടാനോ നമ്മളെ സമീപിക്കാനുള്ളൊരു ഹെൽപ്പ് ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു അവരുടെ ഒരു കൂട്ടായ്മ അവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ തെരുവ് നായശല്യം കുട്ടികൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ. അതിനോടനുബന്ധിച്ച് നായ്ക്കുട്ടികളെ അഡോപ്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വാക്സിനേഷൻ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ട്. പിന്നെ കാനകളുടെ ശുചീകരണം കുറച്ചും കൂടി നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കെട്ടിന് ഒരുപാട് വ്യത്യാസം വരാനായിട്ട് സാധിക്കും. പിന്നെ UDF പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയോട് ചേർന്നുകൊണ്ട് ഒരുമിച്ച് വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 വർഷത്തെ നഗരസഭയുടെ ഭരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു 25 വർഷമായി ഇരിഞ്ഞാലക്കുട വന്നിട്ട്. വളരെയധികം സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഒരു എന്താ പറയുക, അക്രമ രാഷ്ട്രീയമോ വർഗീയ രാഷ്ട്രീയമോ ഒന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളായാലും ആരായാലും ഇപ്പോഴും വളരെ ഫ്രീ ആയിട്ടാണ് വൈകുന്നേരങ്ങളിൽ പോലും വീടുകളിൽ കയറുന്നതും വോട്ട് ചോദിക്കുന്നതെല്ലാം. അത് ആ ഒരു മുനിസിപ്പാലിറ്റിയുടെ ആ ഒരു ഭരണം കൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ ഒരു സുരക്ഷിതത്വം തോന്നുന്നത്. പിന്നെ റോഡുകളുടെ ഒരു അവസ്ഥ അത് നമുക്കറിയാം. ഈ ഒരു 5 വർഷം കൊണ്ട് പെയ്തിട്ടുള്ള മഴയുടെ അളവ്, പിന്നെ അമൃതം പദ്ധതി മൂലം നമ്മുടെ റോഡുകളിൽ വന്നിട്ടുള്ള അമൃതം പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പല റോഡുകളും പൈപ്പിന് വേണ്ടി കുഴികളെടുക്കുകയും അത് ശരിയായ രീതിയിൽ അവരത് മൂടാൻ ഇല്ലാതിരുന്നപ്പോൾ വളരെ എന്താ പറയുക, തീരെ ബലക്കുറവിലാണ് അവരത് മൂടിപ്പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ നമുക്കറിയാമല്ലോ കൊടുങ്ങല്ലൂർ ഷൊർണൂർ ഹൈവേ, ആ ഹൈവേയുടെ നിർമ്മാണം വന്നപ്പോൾ എല്ലാ ഹെവി വാഹനങ്ങളും നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ കൂടിയാണ് കടന്നു പോയത്. ഡിസ്മാസ് റോഡായാലും കോളേജ് റോഡായാലും. അപ്പോൾ ഒരു സാധാരണ ഒരു റോഡിനെ താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ ഭാരങ്ങളുള്ളൊരു വണ്ടികളാണ് ദിവസങ്ങളായിട്ട് അതിൽ കൂടെ കടന്നു പോയത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ റോഡിനെ തകർച്ചയിലെത്തിക്കും. തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന രാഷ്ട്രീയം ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. എല്ലാ മാധ്യമങ്ങളിൽ കൂടി അവർക്കറിയാം എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അതിനെ മൂടി വയ്ക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും. ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. അവർക്കറിയാം, വ്യക്തമായി അവർക്കറിയാം ഈ ഒരു 9.5 വർഷത്തെ ഭരണത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നുള്ളതും ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതിനുള്ള ശരിയായ മറുപടി ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് പ്രയോറിറ്റി റോഡുകളുടെ ഒരു വികസനത്തിൻ്റെ കാര്യം, അത് ഓൾറെഡി സാങ്ഷനായി കിടക്കുന്നതാണ്. പിന്നെ എനിക്കുള്ളത് ഈ കാന ശുചീകരണം കുറച്ചും കൂടി ആ വെള്ളക്കെട്ടിന് വീടുകൾ വന്നതും വീടുകളിൽ കൂടുതലായി, മഴയുടെ അളവ് കൂടുതലായി. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടിയും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വെള്ളത്തിന് വഴിതിരിച്ചു വിടാവുന്ന രീതിയിൽ നല്ല വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി ഒരു കാനകളുടെ ആ ഒരു സഞ്ചാരം, ജലത്തിൻ്റെ ആ പോക്ക് ഒന്ന് കുറച്ചും കൂടി ഒരു നല്ല രീതിയിലാക്കണമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കോളേജും അതിനോട് ചേർന്നിട്ടുള്ള കുട്ടികളുടെ താമസം, ഒരുപാട് അകലെ നിന്ന് കുട്ടികൾ നമ്മുടെ ഇടയിൽ നിന്ന് താമസിക്കുന്നുണ്ട്. അത് നമ്മുടെ വാർഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ആയാലും സെൻറ്റ് ജോസഫ് ആയാലും ഒരുപാട് കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവർക്കൊരു പ്രശ്നം വന്നാൽ ആരോട് ഇടപെടണം, ആരുടെ അടുത്ത് പോകണമെന്നോ ആരെ സമീപിക്കണമെന്നോ അവർക്ക് അറിയുന്നില്ല. ഞാനിപ്പോൾ ഒരു കോളേജിൽ കരിയർ കൗൺസിലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാരണം പല കുട്ടികളും നമ്മളതോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നാൽ പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വർഷങ്ങളായിട്ട് UDFൻ്റെ ഭരണകാലത്ത് നമുക്ക് പല കാര്യങ്ങളും വീഴ്ച വന്നിട്ടുണ്ട്. റോഡിൻ്റെ കാര്യം തന്നെ ആദ്യം തന്നെ നമുക്ക് പറയാണ്ട് പറ്റില്ല. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ഏതൊരു ഭാഗങ്ങളെടുത്താലും, ഏതൊരു വാർഡിൻ്റെ ഭാഗങ്ങൾ, മെയിൻ റോഡായാലും ഉള്ളുവഴികളായാലും ഒക്കെ റോഡ് പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പല കാനകളും സ്ലാബ് ഇട്ട് മൂടാത്തത് കൊണ്ട് കോളേജ് റോഡ് വഴി, അതുപോലെ ഈ അൽവേർണിയ ടു AKP ജംഗ്ഷൻ്റെ സൈഡിലുള്ള വഴികളൊക്കെയും നമുക്ക് നടക്കാനിടയില്ല. സത്യം പറഞ്ഞാൽ 2 സൈഡിൽ കൂടെ വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ സൈഡില്ല. അപ്പോൾ ഭയങ്കര ഒരു ഗുരുതരാവസ്ഥയിലാണ് അതിൻ്റെയൊക്കെ കിടക്കുന്നത്. അതുപോലെ തെരുവ് നായ ശല്യം നമുക്ക് ഫണ്ട് ഇല്ലാണ്ടൊന്നുമല്ല. എല്ലാ കൊല്ലം നമുക്കറിയാം, എല്ലാ വർഷം ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി എല്ലാ ഇയറൻ്റ് ആകുമ്പോൾ നമ്മളെല്ലാ പത്രങ്ങളിലും കാണുന്നതാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഇത്രയും കോടി രൂപകൾ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ലാപ്സാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ വാർഡുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന ഈ അടുത്തൊക്കെ ഈ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 4 ദിവസം 5 ദിവസം കൂടുമ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം നമ്മൾ കിട്ടുന്നത്. നമുക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ
3 സെൻറ്റ് 5 സെൻറ്റ് ഉള്ള വീട്ടുകാരാണ് താമസിക്കുന്നത്. അവർക്ക് കിണർ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അവർ ഈ മുനിസിപ്പാലിറ്റി വെള്ളത്തിനെയാണ് ആശ്രയിച്ച് ജീവിക്കണവരാണ്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നമുക്ക് മൊത്തം അറിയാമല്ലോ. കഴിഞ്ഞ 5 വർഷം മാത്രമല്ലല്ലോ ഇവർ UDF സർക്കാരിൻ്റെ ഇതിലായിരുന്നു നമ്മുടെ നഗരസഭ. കഴിഞ്ഞ 25 വർഷത്തെ തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. എന്തൊരു കാര്യത്തിനായാലും നമുക്കറിയാം, ഇപ്പോൾ എന്തൊരു മുനിസിപ്പാലിറ്റി ചെയ്തതെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഇവിടെ വികസനം നടന്നത് ഈ പ്രൈവറ്റ് ആൾക്കാരുടെ കുറച്ച് അവർ കാശുകാർ കുറേ വീടുകൾ പണ്ടു, കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണ്ടു. അതൊക്കെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കാണാൻ സാധിക്കുന്നല്ലോ. അല്ലാണ്ട് മുനിസിപ്പാലിറ്റിയുടേതായിട്ട് സ്വന്തമായിട്ട് പറയാൻ മാത്രം ഒരു വികസനമായിട്ട് നടക്കുന്നില്ല. പിന്നെ നമുക്കറിയാം, നമ്മുടെ MLAയും മിനിസ്റ്ററുമായ ബിന്ദു ടീച്ചറുടെ സഹായത്തിലൊക്കെ കുറച്ച് വികസനം നടന്നു. നമ്മുടെ ഡാണ ചന്തക്കുന്ന് റോഡിൻ്റെ വികസനം, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ആസ്പത്രി, അത് മുനിസിപ്പാലിറ്റി അറിയാം. അതൊക്കെ പൊളിച്ച് മാറ്റാനുള്ള അവർ എല്ലാം ഒരു തടസ്സം ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് അത് കാര്യങ്ങളൊക്കെ വെടുപ്പായി. ഇപ്പോൾ നല്ലൊരു ബിൽഡിംഗ് കെട്ടിടം, നല്ല OP, നല്ല രീതിയിൽ അവർ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളിൻ്റെയും ഒക്കെ പുതിയ കെട്ടിടങ്ങൾ വരികയും ആയിട്ട് ആ രീതിയിലുള്ള ക്ലാസ് റൂമുകളൊക്കെ ആയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ആണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ ടീച്ചർ തന്നെ 5.5 കോടി നമ്മുടെ ബൈപ്പാസിൻ്റെ വികസനത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു, ഒരു കൊല്ലാവനെ പോണപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ നടപടികൾ എടുക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ലാപ്സാക്കി കളയാം, എല്ലാത്തിനും വേണ്ടാന്ന് ഏൽപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുരോഗമനം കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് പ്രൈസ് കുടിവെള്ളത്തിന് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഈ വാർഡിൽ നമ്മൾ താമസിക്കുന്നിടത്ത് കുടിവെള്ളം, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കുടിവെള്ളം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ നമ്മൾക്കറിയാം, ചാവറ ഭാഗത്തൊക്കെ വലിയ വലിയ മരങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെ ആ ഭാഗത്തു നിന്നുള്ള മരങ്ങളും അതിലൊക്കെ ഭയങ്കര ശോചനീയമായിട്ടാണ്. അത് എപ്പോൾ വേണമെങ്കിൽ നിലംപൊത്തി വീഴാം. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുണ്ട്. ഇപ്പം നമ്മൾ പോയി കാണാൻ സാധിച്ചു എനിക്കത്. അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന വലിയൊരു ഭീഷണി, അല്ലെങ്കിൽ ജീവനും ഒക്കെ അപകടമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങളുണ്ടാവും അവിടെ ചെയ്യേണ്ടത്. അത് നോക്കിയും കണ്ടും അധികൃതർ ശ്രദ്ധയിൽ ചെലുത്തിക്കൊണ്ട് അതിന് നടപടി എടുക്കാനും അതിന് ആ പദ്ധതികൾ നമ്മുടെ വാർഡിലേക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ നോക്കുന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ് മെയിൻ ദുരവസ്ഥ. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളായ സ്ഥിതിക്ക് ഞാൻ ജനിച്ചപ്പോൾ കാണുന്ന ഇരിങ്ങാലക്കുട തന്നെയാണ് ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഈ ഇരിങ്ങാലക്കുടയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. ഈ റോഡുകളിലേക്ക് പോവാൻ, അതാണ് ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ ഏറ്റവും ബുദ്ധിമുട്ടിൽ പറയണ ഒരൊറ്റ കാര്യം റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയാണ്. ഇപ്പം തന്നെ നമ്മൾ കേട്ടതാണ് ഒരു ചേട്ടൻ പറയണത്, എത്ര പ്രാവശ്യം ഇവിടുത്തെ കൗൺസിലറുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഈ റോഡുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാട് പിടിച്ച് കിടക്കണ സ്ഥലങ്ങൾ, അതിൽ നിന്ന് വരണ പാമ്പ്, അങ്ങനെയുള്ള കുറുക്കന്മാർ, ഒരുപാട് ശല്യം ഞങ്ങൾ അതിൻ്റെയൊക്കെ സഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു മാറ്റം. പിന്നെ മാലിന്യം ഇടാനുള്ള ഡസ്റ്റ്ബിൻ പോലെയുള്ള സംഗതികൾ, ഈ മാലിന്യങ്ങൾ അവിടെ ഇവിടെ ആൾക്കാർ, ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ആ കുളം നല്ല സ്രോതസ്സുള്ളൊരു കുളമാണ്. പക്ഷെ അവിടെ മാലിന്യം ഇടുക ആളുകൾ, വേറെ ആളുകൾക്ക് വേറെ എവിടെയാണ് കൊണ്ടിടാൻ പറ്റുക? അതില്ല. അത് പ്രോപ്പറായി നോക്കാൻ CCTV സംവിധാനങ്ങൾ വെച്ചിട്ടും അത് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനും, അങ്ങനെ പല പ്രശ്നങ്ങൾ ആൾക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണത്തെ മാത്രമല്ല, കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള ഭരണസമിതി വളരെ എന്താ പറയുക, ഭരണം ഉണ്ടോയെന്ന് തന്നെ ആളുകൾക്ക് സംശയമാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവരുടെയും കൂടി അഭിപ്രായമാണ് ഞാൻ എന്നിലൂടെ പറയുന്നത്. ഈ വാർഡിൽ 31-ാം വാർഡിൽ തിരഞ്ഞെടുത്ത ഫസ്റ്റ് പ്രയോറിറ്റി പറയണ റോഡുകൾ ആയിരിക്കും. കേന്ദ്ര ഫണ്ടോടുകൂടി അത് പാസ്സാക്കിയിട്ട് നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള ഉറപ്പാണ് എനിക്കിപ്പോൾ തരാൻ കഴിയുന്നത്. 561 പുരുഷ വോട്ടർമാരും 648 സ്ത്രീ വോട്ടർമാരും അടക്കം 1209 വോട്ടർമാരുള്ള 17-ാം വാർഡായ ചാലാമ്പാടം വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് തെക്കേ അങ്ങാടി റോഡ് മുതൽ ചാലാമ്പാടം റോഡ് വഴി മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും, കിഴക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തി ചാർത്താങ്കുളം റോഡ് വരെയും, തെക്ക് വേളൂക്കര പഞ്ചായത്ത് അതിർത്തി കോമ്പാറ ഈസ്റ്റ് റോഡ് വരെയും, പടിഞ്ഞാറ് വേളൂക്കര പഞ്ചായത്ത് അതിർത്തി മുതൽ അറവുശാല റോഡ് വഴി തെക്കേ അങ്ങാടി റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി മിനി ജോസ് ചാക്കോള,
NDA സ്ഥാനാർത്ഥിയായി ഷൈനി ദാസപ്പൻ, LDA സ്ഥാനാർത്ഥിയായി സരിത ജെയ്സൺ എന്നിവരാണ് ജനവിധി തേടുന്നത്. മെയിനായിട്ടും നമ്മുടെ അതായത് റോഡിൻ്റെ വികസനം, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ തന്നെ കുറേ റോഡുകളൊക്കെ നമ്മൾ ടാറിനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഹാപ്പി നഗറിൽ ഒരു റോഡ് നമ്മൾ അസ്ഥിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈല് വിരിച്ച് കാന ഇട്ടിട്ട് അതിനുള്ള സൗകര്യം ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റോഡുകളും കൂടി നമുക്ക് അതായത് വീതി കൂട്ടി ടാറിങ് ചെയ്യാനായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ശാസ്താംകുളം റോഡ്, അതുപോലെ തന്നെ ചാലാമ്പാടം, അങ്ങനെയുള്ള റോഡുകളൊക്കെ കുറച്ച് ടാറിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഓപ്പൺ ജിമ്മ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത് നമ്മുടെ കുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിയിലും സ്ത്രീകൾക്കായിട്ട് ഇപ്പം നമ്മൾ നിലവിൽ യോഗ പരിപാടികൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. അതൊരു 3 ടേമിലായിട്ട് ഒരു 60ഓളം പേര് നമ്മൾ ഇതിൽ യോഗ പരിശീലനം സൗജന്യമായിട്ട് നേടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്, അതുപോലെ അവർക്കും സ്ത്രീകൾക്കും ഒരു ജിമ്മിൻ്റെ പരിപാടിയായിട്ട് നമുക്ക് അംഗനവാടിയിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നഗരസഭയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് നമ്മൾ അവിടെ നിന്ന് അനുവദിച്ചിട്ടുള്ള ഫണ്ടൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഭരണം തന്നെയായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്നും നമുക്കൊരു ഫണ്ടിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ലഭിച്ച ഫണ്ട് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. ഇവിടെ ഞാൻ ഓരോ വീടും കയറി ഇറങ്ങുമ്പോൾ എല്ലാവരും കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. കുടിവെള്ളം, റോഡ് വികസനം, ഡ്രൈനേജ് പ്രോബ്ലം. മെയിനായിട്ട് ഇവിടുത്തെ വെള്ളങ്ങൾ ഇങ്ങനെ റോഡിലൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ ഒന്ന് മാറ്റി പെട്ടെന്ന് റോഡ് ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്നൊക്കെയാണ് അവരും പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നല്ല രീതിയിൽ എൻ്റെ മാക്സിമം സപ്പോർട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരുടെയും ഇതുകളൊക്കെ എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തി എൻ്റെ വാർഡിന് വേണ്ടി നല്ലൊരു വികസനം നടപ്പാക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു വാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് തന്നെയുണ്ട്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോവാണ്ട് ആകെ കെട്ടി കിടക്കുക. പിന്നെ വഞ്ചി ഇടണം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അതൊന്നും ഇങ്ങനെ നമുക്കൊരു ഇതായിട്ട് ഇതുവരെയ്ക്കും 5 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടുത്തെ ശരിക്കും മെയിനായിട്ട് ഇവിടുത്തെ ഏത് ഏരിയയിൽ പോയാലും ഇവിടെ ഇത്തിരി ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കും. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറയണ ഏറ്റവും ഫസ്റ്റ്. പിന്നെ ലൈറ്റ്, പുല്ല് വെട്ടൽ, എവിടെ ചെന്നാലും ക്ലീനിങ് അല്ലാത്തൊരു ഏരിയയാണ് കാണുന്നത്. കുറേ പുല്ല്, പിന്നെ എല്ലാവരും പറയണത് അപ്പുറത്തുനിന്ന് പുല്ല്, അങ്ങനെ നമ്മളിപ്പോൾ അതും ഒരു ഭയങ്കര ഒരു ക്ലീനിങ് ആയിട്ടുള്ള ഒരു വാർഡ്, അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് നമുക്ക് കുറച്ച് മാറ്റങ്ങളുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തിരികെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ 5 വർഷമായിട്ടൂടെ വലിയ പുരോഗതി ഒന്നും ഞങ്ങളുടെ വാർഡിലേക്കില്ല. അപ്പോൾ എന്നാൽ കഴിയുന്നത് എനിക്കിവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പക്ഷം പറയാനുള്ളത്. എനിക്ക് 5 വർഷം എന്നല്ല 25 വർഷമായിട്ടും ഒരു പുരോഗതിയും എനിക്ക് ഈ നഗരസഭയിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്താ, ഹാപ്പി നഗറിലൊക്കെ ഒന്ന് മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് നടക്കുക, ഒരു വൃത്തിയും വെടുപ്പുണ്ടാവുക റോഡിനൊക്കെ. അതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അർഹതപ്പെട്ടവർക്കൊന്നും ഒരു AC അതൊക്കെ ഇന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വരുന്നതാ. പെൻഷനില്ല, അതൊക്കെ വേണം. ഒരു കൂലിപ്പണിക്കാരന് പെൻഷൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാമോശമാണ്. അതൊക്കെ വേണം, അതൊക്കെ നേടിക്കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.